how's it going? ഞാൻ ബിസ്മയ. വെൽക്കം ടു സോൾട്ട് മാംഗോ പിക്കിൾ. അപ്പോൾ ഇന്നത്തെ ഡിഷ് കുഞ്ഞമ്മയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ സന്ധ്യ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു സോയ ചങ്ക്സ് ഫ്രൈയുമായിട്ടാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോയാബീൻ 150 ഗ്രാം, കടുക് 1/2 ടീസ്പൂണ്, തക്കാളി 1/2 മുറി, പച്ചമുളക് 2 എണ്ണം, സവാള 3 എണ്ണം, കറിവേപ്പില 3 തണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, തേങ്ങാക്കൊത്ത് 1/2 മുറി തേങ്ങയുടെ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, ഗരം മസാല 1/2 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം വെള്ളം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്ക് ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടുവെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ഈ സോയ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സോയ നമുക്ക് നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞ് കഴുകിയെടുക്കാം. ഇതുപോലെ 2 പ്രാവശ്യം നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ കഴുകി നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായ ഒരു കടായി നമുക്ക് ചൂടാക്കാനായി വെച്ച് കൊടുക്കാം. കടായി നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴണ്ട് വരാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കി നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 മുറി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ചെറിയ തക്കാളിയായിരുന്നു. വലിയ തക്കാളിയാണെങ്കിൽ 1 തക്കാളി എടുത്താൽ മതി നിങ്ങൾ. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കരിഞ്ഞു പോയത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയെല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് സോയാബീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി അടുക്കി പിടിക്കാതെ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അങ്ങനെ സോയ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു തണ്ട് കറിവേപ്പിലൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. മീനും ഇറച്ചിയൊക്കെ കിട്ടാത്ത അവസരത്തിൽ സോയ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് വളരെ ഇഷ്ടപ്പെടുകയും കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ എവരിവൺ ടേക്ക് കെയർ, ബൈ.